നമസ്കാരം. ഒരുപാട് വശ്യ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പവും ഏറ്റവും താല്പര്യമുള്ളത് ഭാര്യ ഭർത്തൃ വശ്യമാണ്. പലപ്പോഴും അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും വളരെ പ്രയാസമേറിയ കർമ്മങ്ങളിലും ചിലപ്പോൾ ഈ ഭാര്യാഭർത്തൃ വശ്യങ്ങൾ വരാറുണ്ട്. പലപ്പോഴും അവരുടെ വിഷമങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ കാണുമ്പോൾ നമുക്കത് ചെയ്തു കൊടുക്കാനും തോന്നും. എന്നാൽ ഈ കാരണങ്ങൾ അതിനകത്ത് വലിയൊരു ഭാഗമുണ്ട്. ഈ വശ്യം വരുന്ന ഒരു ഒട്ടുമിക്ക ആൾക്കാരും ലീഗലി ആലോചിച്ച് വിവാഹാലോചിച്ച് വീട്ടുകാർ തമ്മിൽ ആലോചിച്ച് ഇവർ തമ്മിൽ ഇഷ്ടപ്പെട്ട് അവര് കണ്ട് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ തിരക്കി ഒഫീഷ്യലി വിവാഹം കഴിക്കുന്നവരാണ്. എന്നാൽ പിന്നീട് ഞാൻ കണ്ടത് മറ്റു പലതിലേക്കും ഇവരുടെ ശ്രദ്ധ, ഭാര്യയായാലും ഭർത്താവായാലും ഈ ഒന്നിച്ചു ചേർന്ന് കഴിഞ്ഞതിന് ശേഷം മറ്റു പലതിലേക്ക് അവർ ശ്രദ്ധ പോകുമ്പോൾ അതാണ് നല്ലത്, അക്കരെ പച്ച കണ്ട് അങ്ങോട്ടേക്ക് പോകുന്നതാണ് തോന്നുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ മറ്റൊരു സ്ഥലത്ത് നിന്ന് വിവാഹം കഴിച്ച ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയ ഒരു കുട്ടി, അല്ലെ പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ ആരെങ്കിലും, ആ ഒരു വിവാഹം നടന്നു കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം അവരെ നമ്മൾ സംരക്ഷിച്ചു കൊള്ളാം എന്ന് പറഞ്ഞാണ് ദേവതയുടെ മുന്നിൽ അല്ലെങ്കിൽ ഈശ്വരന്റെ മുന്നിൽ സാക്ഷിയാക്കി താലി കെട്ടി കൊണ്ടുപോകണം. അതിനുശേഷം ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ നല്ലൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു, അല്ലെങ്കിൽ നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ട് വയറ് നിറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു, നമുക്ക് ആവശ്യമുള്ള ഭക്ഷണമായി. അതിനുശേഷം പുറത്തേക്ക് വരുമ്പോൾ മറ്റൊരു സ്ഥലത്ത് അതിലും മനോഹരമായി കാഴ്ചയ്ക്ക് ഭംഗിയുള്ള ഭക്ഷണം കണ്ടാൽ ഓടിച്ചെന്നത് എടുക്കരുത്. ഓൾറെഡി നമ്മളെ കഴിച്ച് നമ്മളെ കൊണ്ട് ഭക്ഷണം ഉണ്ട്, നമ്മൾ വിശന്നിരിക്കുകയാണെങ്കിൽ കഴിക്കാം. അപ്പൊ അതുകൊണ്ട് വിവാഹം കഴിച്ച് നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കാൻ ഉദ്ദേശിച്ച ആൾക്കാരാണെങ്കിൽ മറ്റു പലതും കണ്ട് കണ്ണു മഞ്ഞളിച്ച് പോകരുത്. കാരണം കഴിഞ്ഞ ദിവസം എനിക്ക് വന്നൊരു കൺസൾട്ടിങ് വന്നത്, ഒരു കർമ്മം വന്നത്, അത് ചെയ്യാൻ വളരെ പ്രയാസമാണ്. കാരണം ആള് വിദേശത്താണ്. നല്ല രീതിയിൽ ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത് ആള് വിദേശത്തേക്ക് പോയ സമയത്ത് വിദേശി എന്നതിന് ശേഷം ആളുടെ സ്വഭാവം മാറി. നോക്കൂ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ മറ്റു പലതും നിങ്ങൾ കാണാം, മറ്റു പലതും ഇവരത്ര പോരാ എന്നൊക്കെ തോന്നാം. അതൊക്കെ നിങ്ങൾ ആദ്യമേ ആലോചിക്കണം. ഒരാളുടെ ജീവിതം കളഞ്ഞിട്ട് എന്ത് കണ്ട് മഞ്ഞളിച്ചും പുറകെ പോയി ഇതാക്കരുത്. കാരണം നിങ്ങൾ അവർക്ക് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ഒരു പരിഗണന, അവർക്ക് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ആ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് കൊടുത്ത് അവരെ ജീവിതകാലം മൊത്തം ചേർത്ത് പിടിച്ച് മക്കളൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കുന്നതിന് പകരം മറ്റു പലതും കണ്ട് കണ്ണ് മഞ്ഞളിച്ച് ഇവരെ വേണ്ട എന്ന് പറയുമ്പോൾ ഇത് മതി എന്ന് പറഞ്ഞ് ജീവിതകാലം അതിനുവേണ്ടി കരഞ്ഞ് ജീവിക്കുന്ന ആൾക്കാർ, സത്യസന്ധമായി സ്നേഹിച്ച് തന്റെ ഭർത്താവ് വിട്ടു പോകുമ്പോൾ അതിന് എത്ര രൂപ വേണേ മുടക്കി വശ്യം ചെയ്യാമെന്ന് പറഞ്ഞ് പല ആൾക്കാരുടെ ചെല്ലുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പൈസ വാങ്ങാത്തതിന്റെ പ്രധാന കാര്യം നടന്നിട്ട്. കാരണം ഇത് നടക്കുമെന്ന് നമുക്ക് 100% ഉറപ്പില്ല. കാരണം ആകാശത്തിൽ മരമുണ്ടെന്നും ആ മരത്തിൽ മാവുണ്ടെന്നും ആകാശത്തിൽ മാവുണ്ടെന്നും മാവിൽ മാങ്ങയുണ്ടെന്നും ആ മാങ്ങ ലക്ഷ്യം വെച്ചെറിഞ്ഞാൽ മാങ്ങ വീഴുമെന്ന് സങ്കല്പം വെച്ചിട്ടാണ് ചെയ്യണത്. ഇല്ലാത്ത മാവും ഇല്ലാത്ത മാങ്ങയും, അവരുടെ മനസ്സിലില്ലാത്ത സ്നേഹവും അവരുടെ മനസ്സിലില്ലാത്ത കെയറിങ്ങും നമ്മൾ ഉണ്ടാക്കിയെടുത്ത് വേണം ചെയ്യാൻ. അപ്പൊ അതിനകത്ത് അത്ര കണ്ട് 100% സക്സസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അപ്പൊ ആ ഒരു കേസ് വരുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ താലി കെട്ടി ജീവിതകാലം കൂടെ നടക്കുന്ന ആ ആളിനെ സംരക്ഷിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. ആ കൂടെ നിർത്തിയപ്പോ ഒന്നും ചെയ്യാതെ അവരെ ഉപദ്രവിക്കുകയും അവരെ ചീത്ത വിളിക്കുകയും ബഹളം ഉണ്ടാക്കുകയും അവരെ പരിഗണിക്കാതിരിക്കുകയും ചെയ്ത് അവരെ വെറും ഇതായി കഴിഞ്ഞതിന് ശേഷം പോയി കഴിഞ്ഞിട്ട് പശ്ചാത്തപിച്ചിട്ട് ഒരു കഥയില്ല. പോയാൽ പിന്നെ പോയത് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ ജീവിതം കളയാതിരിക്കുക, നല്ല രീതിയിൽ ജീവിക്കുക. വശ്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് കേസ് വരുന്നുണ്ട്. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലെ വിള്ളലുകൾ ഒരുപാട് കേസ്, ചെറുതല്ല ഒരുപാട് കേസുകൾ. ഇപ്പോഴും ഒരുമിച്ച് ജീവിക്കുന്നവർ തമ്മിൽ ഐക്യമില്ലാത്ത ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ജീവിക്കുക, വിവാഹമോചനങ്ങൾ കുറയട്ടെ, നല്ല കുടുംബ ബന്ധങ്ങൾ ഉണ്ടാവട്ടെ. എപ്പോഴും ജ്യോത്സ്യന്മാരൊക്കെ ചെയ്യുമ്പോൾ പൊരുത്തങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് നിങ്ങൾ അവർ തമ്മിൽ മനഃപ്പൊരുത്തം ഉണ്ടാകുമോ, ദീർഘമാംഗല്യ യോഗം ഉണ്ടാവുമോ, ദീർഘകാലം നിലനിൽക്കുമോ എന്നൊക്കെ നോക്കിയതിനു ശേഷം ആ വിവാഹം ചേർപ്പിക്കുക. അതാണ് ഏറ്റവും നല്ലത്. നന്ദി, നമസ്കാരം.